നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കൊല്ലം ജില്ലയിലെ തെന്മല ഗ്രാമപഞ്ചായത്തിന് ഗ്രാമപഞ്ചായത്തിലാണ് ഇത്തരത്തിലൊരു പുനർജനി എന്ന് പറഞ്ഞ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു അഭയകേന്ദ്രത്തിൽ ഒരു കുടുംബത്തിന് താമസിക്കാൻ പറ്റുന്ന സൗകര്യമുള്ള ഒരു ചെറിയ വീട്ടിലാണ് ഏതാണ്ട് 12ഓളം വൃദ്ധജനങ്ങളെ പാർപ്പിച്ചത്. ഏതാണ്ട് 3 വനിതകളായിട്ടുള്ള വൃദ്ധരായിട്ടുള്ളവരും ബാക്കി ഏതാണ്ട് 9ഓളം പേര് പുരുഷന്മാരുമായിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഏതാണ്ട് 2 മാസത്തിനുള്ളിൽ തന്നെയാണ് അധികം പേര് ഇവിടെ എത്തിച്ചേരുന്നത്. അതിനു മുമ്പ് 1 2 പേരിലാണ് ഉള്ളത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടിട്ട് അധിക കാലമായില്ല. ഭാര്യ മുമ്പ് ഇതിന്റെ കാര്യങ്ങളെല്ലാം നോക്കി നടത്തുന്ന ഒരു സ്ത്രീയായിരുന്നു. ആ സ്ത്രീ മരണപ്പെട്ടതിന് ശേഷമാണ് ഇദ്ദേഹം മദ്യം കഴിക്കുകയും വൈകുന്നേരം ആകുമ്പോൾ ഈ പ്രായമായ 70 വയസ്സ് കഴിഞ്ഞ ഈ പ്രായമായ വയോധികരായിട്ടുള്ളവരെ ലൈംഗികമായി പീഡിപ്പിക്കാനും അവരെ ഉപദ്രവിക്കാനും ചെയ്യുന്നെന്നുള്ള പരാതിയാണ് കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ഉപദ്രവം സഹിക്കവയ്യാതെ ഇറങ്ങി സമീപ പ്രദേശങ്ങളിൽ പോയി പൈസ ചോദിക്കുക ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ആ സമീപവാസികളായിട്ടുള്ളവരാണ് മറ്റുള്ള അധികാരപ്പെട്ടവരെയും പോലീസുകാരെയും പഞ്ചായത്തിലും അല്ലുള്ള അധികാര കേന്ദ്രങ്ങളിലുള്ളവരെല്ലാം അറിയിപ്പിച്ചത്. എന്തായാലും ഇന്ന് തന്നെ അതിന് വേണ്ട നടപടിക്രമങ്ങൾ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിൽ പുനലൂർ തന്നെ ഉള്ള നമ്മുടെ പത്തനാപുരത്തുള്ള ഗാന്ധി ഭവന്റെ അവിടുന്ന് വന്ന് ഇത്രയും പേരെ ഏറ്റെടുക്കുന്ന ഒരു കാര്യമാണ് നടന്നത്. എന്തായാലും അവരെല്ലാം പീഡനമേറ്റെന്ന് പറഞ്ഞ ഒരു വൃദ്ധയായിക്ക് മാത്രം വൈദ്യപരിശോധനയും ബാക്കിയുള്ളവരെയൊക്കെ മറ്റുള്ള പരിശോധനയൊക്കെ നടത്തി അവരെ പത്തനാപുരം ഗാന്ധി ഭവനിലേക്ക് ഏറ്റെടുത്ത് കൊണ്ടുപോയിരിക്കുകയാണ് ഇവിടുന്ന്. എന്തായാലും വളരെ ദുഃഖകരമായ കാര്യമാണ്. ഓരോ ദിവസം ചെല്ലുമ്പോഴും പല രീതിയിലുള്ള സ്ത്രീകൾക്ക് നേരെയുള്ള അക്രമങ്ങളും ഒക്കെയാണ് വരുന്നത്. എന്തായാലും സമഗ്രമായ അന്വേഷണങ്ങൾ നടത്തും. കുറ്റക്കാരനായിട്ടുള്ള ഇദ്ദേഹത്തിന് അതിൻ്റെതായ ശിക്ഷ, ചെറുപ്പക്കാരായാലും പോക്സോ കേസുകളും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പീഡിപ്പിക്കുന്നതും യുവതികളെ പീഡിപ്പിക്കുന്നതും ഒക്കെ നമ്മൾ വാർത്തകൾ കണ്ടെങ്കിൽ ഇത്രയും വയോജനങ്ങളായിട്ടുള്ള ഈ വൃദ്ധരായിട്ടുള്ള ഈ സ്ത്രീകളെ ഇത്തരത്തിൽ ലൈംഗികമായ അതിക്രമത്തിന് ഉപയോഗിക്കുക അല്ലെങ്കിൽ അത്തരത്തിൽ ശ്രമം നടത്തുന്നത് വളരെ ദുഃഖകരവും വിഷമകരമാണ്. എന്തായാലും അവിടുത്തെ ഗാന്ധി ഭവനിൽ ഉത്തരവാദിത്തപ്പെട്ടവരെല്ലാവരും തന്നെ ഇവിടെ വരികയും അവർ വന്നതിന്റെ വേണ്ട നടപടിക്രമങ്ങൾ നടത്തി ഈ വൃദ്ധരായവരെല്ലാം ഗാന്ധി ഭവനിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. എന്തായാലും ഇവിടെ ഈ ഇതിനു വേണ്ടി സഹായത്തിന് വന്ന ഒരു യുവതിക്ക് നേരെയാണ് ആദ്യം മോശം സംസാരമുണ്ടായത്. ആ യുവതിയും അല്ലെങ്കിൽ ഇതിനോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ പറയുന്നത് എന്താണെന്ന് നമുക്ക് കേൾക്കാം. തെന്മല പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആണല്ലേ? അതെ. എത്ര വർഷമായി പ്രസിഡന്റായിട്ട്? 6 മാസം. 6 മാസം ആയതേ ഉള്ളൂ. ഇങ്ങനെ ഒരു സ്ഥാപനം നടക്കുന്നതിനെ കുറിച്ച് പഞ്ചായത്തിൽ വല്ല അറിയിപ്പും കിട്ടിയായിരുന്നു? ഇത് നേരത്തെ കുറച്ച് വർഷം കൊണ്ടുള്ളതാണല്ലോ, അതിന്റെ അറിവേ ഉള്ളൂ. അത് ഇതേണക്ക് പ്രായമായവരൊക്കെ താമസിക്കുന്നുണ്ട്, ഇങ്ങനെ ഇങ്ങനെ അവരെയൊക്കെ നോക്കുന്നതാണെന്നുള്ള അറിവുണ്ടായിരുന്നു? അതൊക്കെ ഉണ്ട്. പക്ഷെ ഇതിന് അതിന്റെ ലൈസൻസുകള് ഇത്തരത്തില് നോക്കി കിടത്തി ചികിത്സിക്കാനോ അല്ലെങ്കിൽ നോക്കാനോ ഉള്ള ലൈസൻസ് അല്ലല്ലോ ഉള്ളത്. ഇവർക്കൊരു രജിസ്ട്രേഷൻ ചാരിറ്റബിൾ സൊസൈറ്റി എന്ന് പറഞ്ഞ രജിസ്ട്രേഷൻ അല്ലേ ഉള്ളൂ. അതേ അറിയത്തുള്ളൂ. അപ്പൊ ഈ ഇദ്ദേഹത്തിന്റെ ഭാര്യ മരണപ്പെട്ടതിന് ശേഷമാണോ ഈ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ ആക്രമിക്കാൻ പറയും? ഇവിടുത്തെ അന്തേവാസികളുടെ അഭിപ്രായത്തിൽ അങ്ങനെ നമുക്ക് അറിവ് കിട്ടിയിരിക്കുന്നത്. ഭാര്യ മരണപ്പെടുന്നതിന് മുമ്പ് ഇല്ലായിരുന്നു എന്നാ അവര് പറഞ്ഞേ. അതിനുശേഷമാണ് പ്രശ്നങ്ങളുടെ തുടക്കങ്ങൾ. അല്ല സാധാരണ ഇത് 2 പേർക്ക് കഴിയാൻ, ഒരു കുടുംബം കഴിയാനുള്ള ചെറിയ സൗകര്യമല്ലേ ഉള്ളൂ. ഇത് അയാളുടെ പേരിലുള്ളതാണോ? ഭാര്യ ഉണ്ടായിരുന്നപ്പോ കുഴപ്പമില്ലാതെ ഭക്ഷണമൊക്കെ കൊടുത്ത് കാര്യങ്ങൾ നോക്കുമായിരുന്നു. അവരെ മരണപ്പെട്ടതിന് ശേഷമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അന്തേവാസികളുടെ അഭിപ്രായത്തിൽ അങ്ങനെ അറിയുന്നത്. അപ്പൊ ഇവിടുന്ന് ഇപ്പൊ ഉള്ളവരെല്ലാം ഗാന്ധി ഭവനിൽ കൊണ്ടുപോയി. 9 പുരുഷന്മാരും 3 ലേഡികളും. അതിൽ ഒരു സ്ത്രീയുടെ മെഡിക്കൽ എടുക്കണം, അതിന് കൊണ്ടുപോയി. മറ്റവരെ 11 പേരെ നേരിട്ട് ഗാന്ധി ഭവൻ കൊണ്ടുപോയി. മറ്റ് ഈ ഉപദ്രവം ഏറ്റെന്ന് പറഞ്ഞ സ്ത്രീക്കാണോ മെഡിക്കൽ എടുക്കണം? മെഡിക്കൽ എടുക്കാൻ കൊണ്ടുപോയി. അപ്പൊ ഇത്രയും ഇതിനുള്ള ഈ ജനം എല്ലാരും ഉള്ളപ്പോഴാണോ ഈ സംഭവം നടന്നെന്ന് പറയുന്നത്? സംഭവങ്ങളെല്ലാം രാത്രിയിലല്ലയോ. ഇന്നലെ രാവിലെ അവർക്ക് എന്നും അവരെ മുറി പൂട്ടിയിട്ടിട്ട് ഇറങ്ങും. അദ്ദേഹം മുറി പൂട്ടിയിട്ട് ഇറങ്ങി കഴിയുമ്പോൾ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇന്നലെ മുറി പൂട്ടിയിട്ടില്ലായിരുന്നു. അങ്ങനെ അവർ 2 പേരും ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി താഴെ വീട്ടിൽ ചെന്ന് സ്ത്രീകളെ മാത്രം ഒരു മുറിക്കകത്തിട്ടിരിക്കുക. അവര് 3 സ്ത്രീ. അപ്പൊ ആ 3 പേരുള്ളപ്പോഴാണോ ഇദ്ദേഹം ഉപദ്രവിക്കാൻ ചെല്ലുന്നത്? 3 സ്ത്രീകളുള്ളപ്പോ അതിലെ ഒരു സ്ത്രീക്ക് ഒട്ടും വയ്യാത്തയാ. അവരോട് കിടക്കുന്ന സ്ത്രീയാ. മറ്റേ 2 പേരുടെ ശല്യം. അതിൽ അല്ല ഈ മദ്യം കഴിച്ചതിന് ശേഷമാണ് ഇങ്ങനെ ഇടപെടൽ ഉണ്ടാവുന്നത്. എന്നിട്ട് ഇവർക്കും കൊടുക്കാൻ ശ്രമിക്കുക. ഈ പ്രായമായവര് അല്ല ഇപ്പൊ സാധാരണ നമ്മള് ഈ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വളരെ ചെറുപ്പക്കാരായ സ്ത്രീകളെയാണല്ലോ. ഇത് പ്രായമായ സ്ത്രീകളെയാണല്ലോ ഉപദ്രവിച്ചിരിക്കുന്നത്. മദ്യം ചെന്ന് കഴിയുമ്പോ പ്രായം എന്തോ.
അത് മദ്യം മാത്രമേ ഉള്ള വല്ല മയക്കുമരുന്നിന് അതിനെ വല്ല പറ്റി അറിയത്തില്ല. 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 എന്തായാലും സമഗ്രമായ പോലീസിന്റെ ഭാഗത്ത് അന്വേഷണം ഉണ്ടാവും. ആന്ന്. അന്വേഷണം ഉണ്ടാവും. അല്ല, ഇത് ഓരോ ദിവസം തോറും ഓരോരോ മേഖലകളിൽ ഓരോരോ കാര്യങ്ങളാണല്ലോ പുറത്തു വരുന്നത്. ഈ അഭയകേന്ദ്രത്തിൽ ഇത്രയും പ്രായമായ നോക്കാൻ സ്ത്രീകളുണ്ട്. കാണാനും ഇല്ലാത്തവര് അവര് പൈസയും കൊടുത്ത് എങ്ങനെയെങ്കിലും വീട്ടിൽ സംരക്ഷിക്കാൻ ആളില്ലല്ലോ എന്ന് വിചാരിച്ചില്ലേ അവര് വരുന്നത്. അപ്പൊ അവിടെയൊക്കെ ഇത്തരത്തിൽ സംഭവം നടക്കുന്നത് വളരെ ഞെട്ടലുളവാക്കുന്നതാണല്ലോ. അവരുടെ വാർദ്ധക്യ പെൻഷൻ വരെ ഈ പുനർജനിയുടെ പേരിലാ വരുന്നതെന്നാ പറയുന്നത്. ഓ, അത് ശരി. അതതിന്റെ നിയമപരമായിട്ട് പൈസ കിട്ടുന്നതെല്ലാം അവർ മേടിച്ചെടുക്കുന്നുണ്ട്. എല്ലാം ഉണ്ട്. ആ, പൊതുജനങ്ങളുടെ വീട്ടിൽ വരുന്ന ദുഃഖകരമായ സന്തോഷകരമായ കാര്യങ്ങൾക്ക് എടുക്കുന്ന അന്നദാനങ്ങളും അതും ഇതും എല്ലാം മേടിക്കുന്നുണ്ട്. വാങ്ങിക്കുന്നുണ്ട്. ഇപ്പൊ ഒരുപാട് സാമ്പത്തിക സഹായങ്ങൾ ഇവിടെ വരുന്നുണ്ട്. സമ്പത്ത് കൂടി വരുന്നതിന്റെ ഒരു ബുദ്ധിമുട്ടാണോ ഈ കാണിക്കുന്നത്? അതായിരിക്കുമല്ലോ. ആ, എന്തായാലും പഞ്ചായത്ത് എന്തായാലും കർശനമായി ഇനി നോക്കുമല്ലോ ഇതിങ്ങനെയൊക്കെയുള്ള സ്ഥാപനങ്ങളുണ്ടോ. ശ്രദ്ധിക്കും. ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ് നിസ്സാരമായിട്ട് വിട്ടുകളയാതെ അതൊക്കെ ഒരു ശ്രദ്ധ പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും കൂടെ ഒക്കെ വേണ്ടി ഉണ്ടാവും. എത്ര നാളായി ഇവിടെ വന്നിട്ട്? ഞാൻ വന്നിട്ട് 4 ദിവസമായിട്ടുള്ളൂ. 4 ദിവസമായുള്ളൂ. ആ. എവിടാ സ്ഥലം? എവിടാ? എന്റെ ശരിക്കുള്ള സ്ഥലം എറണാകുളമാണ്. ഇവിടെ എങ്ങനെ വന്ന ജോലിക്ക്? ഇവിടെ എന്റെ ഹസ്ബൻഡിന്റെ വീട് ഇവിടെയാ, ചാലിക്കര പുഴിയില. പുള്ളിയുടെ വീട് അവിടെയാണ്. ഞാനിവിടെ ഹോം നേഴ്സായിട്ട് ആ സരസ്വതി അമ്മേനെ നോക്കാൻ വേണ്ടി വന്നത്. ആ അമ്മയ്ക്ക് ഡൈപ്പർ മാറ്റി കൊടുക്കുക. ആ അമ്മേനെ ഞാൻ ഹോം നേഴ്സായിട്ട് പൊക്കോണ്ടിരിക്കുന്ന. ആ അമ്മയ്ക്ക് ഡൈപ്പർ മാറ്റി കൊടുക്കുക, ഡൈപ്പർ മാറ്റുക, അമ്മയുടെ കാര്യങ്ങളെല്ലാം ചെയ്യുക. ഞാൻ അവരുടെ അച്ഛന്മാരുടെ അടുത്തോട്ട് കൊണ്ടുപോകാനില്ല. പിന്നെ ഭക്ഷണം കൊടുക്കാൻ മാത്രം ഞാൻ അങ്ങോട്ട് കയറും അമ്മയുടെ അച്ഛൻ്റെ അമ്മമാരുടെ അടുത്ത്. മാസം ശമ്പളമൊക്കെ പറഞ്ഞാണോ വന്നത്? ഇല്ല, എന്റെ അടുത്ത് ബൈജു എന്ന് പറഞ്ഞ പുള്ളി ശമ്പളം തരാന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നു. പക്ഷെ എന്റെ അടുത്ത് ശമ്പളത്തിന്റെ കാര്യമൊന്നും പുള്ളി പറഞ്ഞിട്ടില്ലായിരുന്നു. ഇങ്ങനെ മാസ ശമ്പളം ഒന്നും പറഞ്ഞിട്ടില്ല. ഭക്ഷണം എല്ലാം കിട്ടുമായിരുന്നോ? പാചകമൊക്കെ ചെയ്യുന്ന ആരെവിടെ? ഇവിടുത്തെ മണികണ്ഠൻ തന്നെയാ. പുള്ളി തന്നെ പാചകമൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇവിടുത്തെ അമ്മമാര് എത്ര ദിവസം കഴിഞ്ഞപ്പോഴാ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങിയത്? എന്നെ ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. എന്നോട് മോശമായിട്ട് വർത്താനം പറഞ്ഞു പുള്ളി. സംസാരം നടത്തി. ശരിയായ നേരായ മാർഗത്തിലല്ലാത്ത രീതിയിൽ എന്റെ അടുത്ത് പറഞ്ഞു. ലൈംഗിക ചുവയോടൊക്കെ സംസാരിച്ചു. ഇല്ല, മറ്റേ രീതിയിൽ എന്റെ അടുത്ത് ചോദിച്ചു. പുള്ളി എന്റെ അടുത്ത് ചോദിച്ചപ്പോ തന്നെ ഞാൻ പറഞ്ഞു, ചേട്ടൻ ഇങ്ങനത്തെ രീതിയിലാണെങ്കിൽ ഞാൻ ഇനി വരത്തില്ല, ചേട്ടൻ വേറെ ആരെങ്കിലും നോക്കിക്കോ, ഞാൻ വരത്തില്ല എന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് ഞാൻ ഇവിടുത്തെ പോയിട്ട് പിറ്റേ 2 ദിവസമായിട്ട് ഞാൻ വന്നില്ല ഇങ്ങോട്ട്. അപ്പൊ എന്റെ ഹസ്ബൻഡ് ചോദിച്ചു, എന്താടി നീ പോവാത്തേന്ന് ചോദിച്ചപ്പോ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞില്ല. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞപ്പോഴാണ് പുള്ളി മനസ്സിലായത്. പുള്ളി ഇവിടെ വന്ന് ചോദിക്കാനൊക്കെ ഇരുന്നാ. അപ്പൊ ഞാൻ പറഞ്ഞു വേണ്ട ഏട്ടാ പോയി ചോദിക്കണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ അമ്മമാര് ഡൈപ്പർ മാറ്റാൻ വേണ്ടി വരാവൂന്ന് ബൈജു എന്നെ വിളിച്ച് ചോദിച്ചേ. ഞാൻ ഇവിടെ നിക്കണേല്ലേ. അപ്പൊ പുള്ളി എന്നെ വിളിച്ചു ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഡൈപ്പർ മാറ്റാൻ ഞാൻ വരാം, എനിക്ക് പനിയാ, ഞാൻ നിക്കത്തില്ല എന്ന് പറഞ്ഞു. അന്നേരം ഇവരെന്നോട് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നപ്പോ എന്നോട് ചോദിച്ചു ഞാനൊന്ന് വരുമ്പോ മറ്റേ പുല്ലൂര് വരെ പോയിട്ട് വരട്ടേന്ന് പറഞ്ഞു ഇവരെല്ലാരും. അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ പൊക്കോ, ഞാൻ കറിയൊക്കെ വെച്ച് അവർക്ക് കൊടുത്തോളാന്ന് പറഞ്ഞു. അന്നാണ് ഈ അമ്മമാര് ഇവിടുന്ന് ഇറങ്ങിപ്പോണേ. എനിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ രാവിലെ വന്ന് വൈകിട്ട് വീട്ടിൽ പോകും 5 മണിയാകുമ്പോ. എനിക്ക് പിള്ളേരുള്ളത് കൊണ്ട് ഞാൻ വൈകിട്ട് വീട്ടിൽ പോകും 5 മണിയാകുമ്പോ. പിന്നെ അവര് പറയുന്ന ഭക്ഷണം ഒന്നും നല്ല ശരിയല്ലായിരുന്നു അവരുടെ. അല്ല, ഈ പ്രായമായ സ്ത്രീകളെയൊക്കെ ഇങ്ങനെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അങ്ങനെ ഒരു? അതാ പുള്ളി വെള്ളം അടിച്ചു കഴിയുമ്പോ ഭയങ്കര ഉപദ്രവാന്നാ പറയുന്നത്. പിന്നെ ഇതിനു മുന്നേ അവരെന്തോ ആരെയൊക്കെയോ അടിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അവര്. ഇവിടെ താമസിക്കുന്നവരെ? അല്ല, ഇവിടെ താമസിക്കുന്ന ഇവിടെ മണികണ്ഠൻ എന്ന് പറഞ്ഞില്ലേ, ആ പുള്ളി അടിച്ചിട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അവരെ. അല്ല, ഈ മദ്യം കഴിക്കുമ്പോഴാണോ അദ്ദേഹം ഈ ഇത്തരത്തിലുള്ള സ്വഭാവ വൈകൃതം ഉണ്ടാവുന്നത്? അത് നമുക്കറിയില്ല. ഞാൻ കാണുമ്പോ വലിയ കുഴപ്പമൊന്നുമില്ല ആള്. പിന്നെ വൈകിട്ടാണ് ഇവരുടെ അടുത്ത് ചെല്ലുന്നതെന്ന് അവര് പറയുന്നത്. ഈ 3 സ്ത്രീകൾ ഒരു റൂമിലല്ലേ കിടക്കുന്നത്? അതെ. എന്നിട്ട് ആ 3 പേര് ഉള്ളപ്പോഴാണ് അവര് കയറി ചെല്ലുന്ന ഇയാള്. ഈ പ്രായമായി ഇത്രയും പ്രായമായി 70 വയസ്സിന് മുകളിലുള്ള സ്ത്രീകളോട്? അതെ. സരസ്വതി അമ്മേനെയും കയറി പിടിച്ചിട്ടുണ്ട്. അതന്നെ, പിറ്റേന്ന് കാലത്ത് നിങ്ങൾ വരുമ്പോഴാണ് ഇതൊക്കെ അവര് പറയുന്നത്? എന്റെ അടുത്ത് പറഞ്ഞില്ല. ഇവരിവിടുന്ന് ഇറങ്ങി പോയിട്ട് താഴെ 2 ചേച്ചിമാരുണ്ട്. അവരെടുത്ത് പൈസ പോയി ചോദിച്ചു വണ്ടി കാശിന്. അപ്പൊ അവരുടെ അടുത്താണ് ഇവര് പറഞ്ഞേ. എന്റെ അടുത്ത് പറഞ്ഞില്ല. ഇവര് വിചാരിച്ച് പേടിച്ചു എന്നു എന്റെ അടുത്ത് പറഞ്ഞ ഇനി ഞാൻ അവരോട് പറഞ്ഞാലോ എന്ന് വിചാരിച്ച് ഇവര് എന്റെ അടുത്ത് പറഞ്ഞില്ല. ഇവര് എന്തെങ്കിലും ചെയ്ത് കളയുമല്ലോ വിചാരിച്ചായിരിക്കും പുള്ളി അവരെന്റെ അടുത്ത് പറയായിരുന്നേ. അതെ. എന്തായാലും വളരെ വിഷമമുണ്ടാകും ഇത്രയും പ്രായമായ സ്ത്രീകളെ ഉപദ്രവിക്കുക. നമുക്കും അച്ഛനും അമ്മയും എല്ലാവരും ഉള്ളതാ. നമ്മുടെ അമ്മമാരെ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മളും അങ്ങനെ വെറുതെ വിടത്തൊന്നുമില്ല. വളരെ ദുഃഖകരമായ ഒരു കാര്യം. ശാരീരിക അവശതയുള്ളവരും എണീറ്റ് നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു സ്ത്രീ അടുത്താണ് ഇങ്ങനെ. അതെ. ആ അമ്മയ്ക്ക് ചെവി കേൾക്കത്തില്ല. നമ്മൾ അടുത്തോട്ട് ചെന്നാലേ എന്തേലും വർത്താനം പറയുള്ളൂ. അമ്മ ഒന്നാമത് എഴുന്നേറ്റ് നടക്കണമെങ്കിലും
ആ അമ്മയ്ക്ക് ചെവിയൊന്നും കേൾക്കത്തില്ല. ആ, ആ. പിന്നെ ഞാൻ നോക്കുന്ന ആ ഡയപ്പർ നോക്കുന്ന ആ അമ്മേനെയും കയറി പിടിച്ചിട്ടുണ്ട് അയാള്. അത് ശരി. എന്നിട്ട് അവര് വടിയൊക്കെ പിടിച്ചാ കിടന്ന് ഉറങ്ങുന്നേ. ആ, ആ. ഇവര് ചെന്ന് രാത്രി കേറുമ്പോ ഉപദ്രവം ഉണ്ടായിരുന്നെങ്കിൽ അടിക്കുമായിരുന്നു.